കാറ് സ്റ്റാർട്ടാക്കി എങ്ങോട്ടായി പോക്കുന്നല്ലേ അതൊക്കെ പറയാം. എന്റെ ഈ മുടി വെട്ടിയിട്ടല്ലേ ഉമ്മച്ചി അടങ്ങൂല. ഗൈസ് നമ്മളിന്ന് പോകുന്നത് ട്രിവാൻഡ്രത്തോട്ടാണ്. അപ്പൊ ഗൈസ് ലഞ്ച് ടൈം ആയ സ്ഥിതിക്ക് നേരെ വെച്ച് പിടിച്ച് ഗൈസ് പാരഗണിലോട്ട്. ഇതാണ് പാരഗൺ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഹോസ്പിറ്റലിലൊക്കെ ചെന്നിരിക്കുന്നതാണെങ്കിൽ ടോക്കൺ എടുത്ത് വേണം ഗൈസ് ഇരിക്കാൻ. നമ്മുടെ വിളിയും കാത്ത് നമ്മൾ അവിടെ കുറേ നേരം കാര്യം പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴും വിളി വന്ന് ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, സീറ്റും പിടിച്ച് ഉമ്മച്ചിക്കൊരു ഊണും എനിക്കൊരു ബിരിയാണി, നല്ല അടിപൊളി ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി. അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ഐറ്റംസ് എത്തി തുടങ്ങി ഗൈസ്. ഉമ്മച്ചിക്കാണ് കറികൾ കൂടുതലാണ്. നല്ല മൊഞ്ചുള്ള ബിരിയാണിയാണല്ലോ ഗൈസ്. മണക്കാരുടെ മൂക്കിന്റെ ഫിലമെന്റ് അടിച്ചു പോയി. നിങ്ങളിങ്ങനെ നോക്കല്ലേ, ഞാനൊന്ന് കഴിച്ചോട്ടെ ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റ് മാനേജർ എൻ്റെ ക്യാമറ അങ്ങ് ഏറ്റെടുത്ത്. പിന്നെ കല്യാണ വീട്ടിലെ അവസ്ഥ, സ്ലോ മോഷൻ ഈറ്റിംഗ്. അല്ല എന്തോ ഒരു കുറവ്, ഒരു ഡെസേർട്ടോ സീറ്റൊക്കെ ഇല്ലാതെ എങ്ങനെ ഗൈസ് വൈൻഡപ്പ് ചെയ്യുക? പിന്നെ ഒന്നും നോക്കില്ല, ഒരു സ്മാൾ പോർഷൻ കുനാഫയും കഴിച്ച് ഇറങ്ങി ഗൈസ്. നല്ല ഫുഡ് കേട്ടോ. പാരഗണിൽ നിന്ന് കഴിച്ചിട്ടില്ലാത്തവർ പോയി കഴിച്ചു നോക്ക്. ലാൻസ് കുട്ടി ഇതെന്താ പനയോലെയോ? അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിൽ പോയി ഉറങ്ങി ക്ഷീണം മാറ്റട്ടെ. ബിരിയാണിയെ കഴിച്ചല്ലേ.